കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 4.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 4.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. ഒന്നുകൂടെ പറയാം, 75 92 93 96 16. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. വെൽക്കം ടു ഇഗ്നോ ഫോക്കസ് 4.0. ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് BCA സെക്കൻഡ് സെമസ്റ്ററിലെ MCS 202 കമ്പ്യൂട്ടർ ഓർഗനൈസേഷനിലെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മൾ ഓൾറെഡി ലേൺവൈസിൽ കഴിഞ്ഞ എക്സാം സീസൺസിലൊക്കെ തന്നെ സക്സസ്ഫുള്ളി കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന സെഷൻസ് ആണ് ഇഗ്നോ ഫോക്കസ് എന്ന് പറയുന്നത്. സ്റ്റുഡൻസിന്റെ എടുത്തു നിന്നൊക്കെ നമുക്ക് ഒത്തിരി ഫീഡ്ബാക്സ് കളക്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സെഷൻ കൂടിയായിരുന്നു. എക്സാമിന് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് പല ലേണേഴ്സും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു ബേസിലാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ. അപ്പം ഈ ഒരു സെഷനിൽ നമ്മൾ കവർ ചെയ്യുക ഫസ്റ്റ് വരെ സിലബസ് മാപ്പിംഗ് ആണ്. അപ്പം നമ്മളുടെ ഇഗ്നോയുടെ സിലബസിനെ ബേസ് ചെയ്ത് MCS 202ന്റെ ബേസിസിൽ ബ്ലോക്ക് വൈസ് യൂണിറ്റ് വൈസ് നമ്മൾ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ ഫ്രീക്വൻസിയെ ബേസ് ചെയ്തിട്ട് ഹൈ ഈൽഡ് ടോപ്പിക്സ് ഏതൊക്കെയാണ്, മോസ്റ്റ് റെലവെന്റ് ആയിട്ട് ഇനിയും വരാൻ ചാൻസ് ഉള്ള ഏരിയാസ് ഏതൊക്കെയാണ്, ഇതൊക്കെ ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുക. ദെൻ എക്സാം പാറ്റേൺ അനാലിസിസ് ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. എക്സാമിനേഷന് വരാൻ ചാൻസ് ഉള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്, ലോങ്, അതുപോലെ ഷോർട്ട് ക്വസ്റ്റ്യൻസ്, കമ്പൽസറി, ചോയ്സ് ക്വസ്റ്റ്യൻസ്, ദെൻ ഓരോ ക്വസ്റ്റ്യൻസിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻസ്, ഈ ഏരിയ ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. ദെൻ റെക്കറിംഗ് ക്വസ്റ്റ്യൻ റിവ്യൂയിലൂടെ നമ്മൾ കടന്നു പോകും. അതായത് ഇതിനു മുന്നേ ഓൾമോസ്റ്റ് ഒരു 5 സെഷൻസിൽ ഇഗ്നോ പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്, റെക്കറിംഗ് ക്വസ്റ്റ്യൻസിന്റെ റിവ്യൂവും കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. ദെൻ ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ. ഓക്കെ, അതായത് ഇനി നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന പ്രോബബിലിറ്റി കൂടിയ ഏരിയാസ് ഏതൊക്കെയാണ്, ആ ഒരു പ്രഡിക്ഷന് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഫൈനലി ഒരു മോക്ക് പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറും പ്രസന്റ് ചെയ്യുന്നുണ്ടാവും. അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള മോഡൽ ആൻസർ, അതുപോലെ മാർക്കിംഗ് സ്കീമും നിങ്ങൾക്ക് ആപ്പ് ത്രൂ റെഫർ ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് പാസ്റ്റ് ഇയേഴ്സിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇവാലുവേറ്റ് ചെയ്യുന്നതിലൂടെ ഇഗ്നോയുടെ ആ ഒരു ട്രെൻഡ് മനസ്സിലാക്കാനും അതിനനുസരിച്ച് നമുക്ക് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനും നല്ല ഒരു സ്കോർ നേടാനും സാധിക്കുന്നതാണ്. ഫസ്റ്റ് നമ്മൾ ഇനിയും നോക്കാൻ പോകുന്നത് സിലബസ് മാപ്പിംഗ് ആണ്. ബ്ലോക്ക് വൈസ്, യൂണിറ്റ് വൈസ്, ടോപ്പിക് റെലവൻസിന്റെ ബേസിൽ നമുക്ക് അറിയാം MCS 202ന് ടോട്ടൽ 4 ബ്ലോക്സ് ആണുള്ളത്. അതിൽ 2022 to 24 ടേം ആൻഡ് എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഇവാലുവേറ്റ് ചെയ്യുകയാണെങ്കിൽ ബ്ലോക്ക് 2ൽ നിന്നാണ് കൂടുതൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. ദെൻ ബ്ലോക്ക് 1, ദെൻ ബ്ലോക്ക് 3, ബ്ലോക്ക് 4. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു കോംപ്രഹെൻസീവ് ടേബിൾ ആണ്. ബ്ലോക്ക് വൈസ്, യൂണിറ്റ് വൈസ്, ടോപ്പിക് വൈസ്, അപ്പിയറൻസിന്റെ ബേസിസിൽ റെലവെന്റ് ആയിട്ടുള്ള ഏരിയാസ് ആണ് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ബ്ലോക്ക് 1ന് യൂണിറ്റ് 1ന് ചോദിച്ചിട്ടുള്ളതാണ് വോൺ ന്യൂമാൻ, അതുപോലെ ഹാർഡ്വേർഡ്, ISA, ഇൻസ്ട്രക്ഷൻ സൈക്കിൾസ്. ഈ ഏരിയ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഹൈ റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക് ഏരിയ ആണ്. ഓൾമോസ്റ്റ് 13 ടൈംസ് ഈ ഏരിയയിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ദെൻ ബ്ലോക്ക് 1 യൂണിറ്റ് 2ല് നമ്പർ സിസ്റ്റം ആൻഡ് ഡേറ്റ റെപ്രസെന്റേഷൻ, ദെൻ കോംപ്ലിമെന്റ്സ്. ഇതും ഒരു ഹൈ അപ്പിയറൻസിൽ വന്നിട്ടുള്ള ഏരിയ ആണ്. ഓൾമോസ്റ്റ് ഒരു 10 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. ദെൻ ബ്ലോക്ക് 1ന് തന്നെ യൂണിറ്റ് 3 ബൂലിയൻ ഓൾജിബ്ര, K-മാപ്പ്, കോമ്പിനേഷണൽ സർക്യൂട്ട്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. അപ്പിയറൻസ് ഓൾമോസ്റ്റ് 12 ആണ്. റെലവൻസ് ഹൈ ആണ്. ദെൻ ബ്ലോക്ക് 1ന് യൂണിറ്റ് 4ന് ഫ്ലിപ്പ് ഫ്ലോപ്പ്, ലാച്ചസ്, രജിസ്റ്റേഴ്സ്, കൗണ്ടേഴ്സ്, മീഡിയം റെലവൻസ് ആണ് വരിക. ദെൻ ബ്ലോക്ക് 2ന് യൂണിറ്റ് 5 മെമ്മറി ഹയറാർക്കി,
SRAM, DRAM, disk organization. അപ്പിയറൻസ് വളരെ ഹൈ ആണ്, ഓൾമോസ്റ്റ് ഒരു 14 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. ദെൻ ബ്ലോക്ക് 2 യൂണിറ്റ് 6 ക്യാഷ്, അതിൽ ടൈപ്പ്, മാപ്പിംഗ്, വെർച്വൽ മെമ്മറി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. 18 ടൈംസോളം പ്രീവിയസിൽ പല പ്രാവശ്യമായിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ഏരിയ ആണ്. ദെൻ ബ്ലോക്ക് 2 യൂണിറ്റ് 7 ഇൻപുട്ട് ഔട്ട്പുട്ട് ടെക്നിക്സിൽ DMA, ഇൻട്രപ്റ്റ്, പ്രോഗ്രാംഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ഓൾമോസ്റ്റ് ഒരു 13 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. ദെൻ ബ്ലോക്ക് 2 യൂണിറ്റ് 8 പ്രിന്റേഴ്സ്, വീഡിയോ കാർഡ്സ്, സ്കാനേഴ്സ്, മീഡിയം ലെവൽ ഓഫ് ഒക്കറൻസ് ആണ് വരുന്നത്, ഓൾമോസ്റ്റ് ഒരു 9 ടൈംസ്. ദെൻ ബ്ലോക്ക് 3 യൂണിറ്റ് 9 അഡ്രസ്സിംഗ് മോഡ്, ISA കോൺസെപ്റ്റ്സ് ഓൾമോസ്റ്റ് ഒരു 9 ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട്, മീഡിയം ലെവൽ ഓഫ് ഒക്കറൻസ് ആണ് വരിക. ദെൻ ബ്ലോക്ക് 3 യൂണിറ്റ് 10 രജിസ്റ്റർ ഓർഗനൈസേഷൻ, മൈക്രോ ഓപ്പറേഷൻസ്. ദെൻ ALU ഓൾമോസ്റ്റ് ഒരു 12 ടൈംസോളം ചോദിച്ചിട്ടുണ്ട്, ഹൈ റെലവെന്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ദെൻ ബ്ലോക്ക് 3 യൂണിറ്റ് 11 കൺട്രോൾ യൂണിറ്റ് ടൈപ്പ്. ഓക്കെ, അതിൽ ഹാർഡ്വെയർഡ്, മൈക്രോ പ്രോഗ്രാംഡ് ഈ ഏരിയ എന്നൊക്കെ ഓൾമോസ്റ്റ് ഒരു മീഡിയം ലെവലിലാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. ഓൾമോസ്റ്റ് ഒരു 7 ടൈംസ് ആണ് അപ്പിയർ ചെയ്തിട്ടുള്ളത്. ദെൻ ബ്ലോക്ക് 3 വരുമ്പോൾ യൂണിറ്റ് 12 റിസ്ക്, ഇതുപോലെ തന്നെ റിസ്ക് ആർക്കിടെക്ചർ, പൈപ്പ് ലൈനിങ്, മീഡിയം ലെവൽ ഓഫ് ഒക്കറൻസ് ആണ്. ദെൻ ബ്ലോക്ക് 4 യൂണിറ്റ് 13 8086 മൈക്രോ പ്രോസസർ, രജിസ്റ്റർ സെറ്റ്, മീഡിയം ലെവൽ ഓഫ് ഒക്കറൻസ് ആണ്, 8 ടൈംസോളം. ദെൻ ബ്ലോക്ക് 4 യൂണിറ്റ് 14 അസംബ്ലി ലാംഗ്വേജ്, ഇതിൽ പ്രോഗ്രാം സ്ട്രക്ചർ, .com, .exe അതും മീഡിയം ലെവൽ ഓഫ് ഒക്കറൻസ് ആണ്, ഓൾമോസ്റ്റ് ഒരു 7 ടൈംസ്. ദെൻ ബ്ലോക്ക് 4 യൂണിറ്റ് 15 8086 പ്രോഗ്രാമിംഗ്, അതിൽ ലൂപ്പ്, അറേ, പ്രൊസീജിയേഴ്സ്, മീഡിയം ലെവൽ ഓഫ് ഒക്കറൻസ് ആണ് വന്നിട്ടുള്ളത്, ഓൾമോസ്റ്റ് ഒരു 9 ടൈംസ്. ദെൻ ബ്ലോക്ക് 4 യൂണിറ്റ് 16 പാരലലിസം, മൾട്ടി പ്രോസസർ, മൾട്ടി കോർ, ഓൾമോസ്റ്റ് ഒരു 5 ടൈംസ് ആണ്, മീഡിയം ലെവൽ ഓഫ് ഒക്കറൻസ് ആണ്. ഇവിടെ 10 അതിൽ മേളിലോ വരുന്നത് ഹൈ ലെവൽ ഓഫ് റെലവെന്റ് ആയിട്ടുള്ള ഏരിയ, 5 to 9 മീഡിയം, ലെസ് ദാൻ 5 വരുന്നത് ഓൾമോസ്റ്റ് ഒരു ലോ റെലവെന്റ് ആയിട്ടുള്ള ഏരിയയുമാണ്. ഓക്കെ, ഇനി ഒരു ഹീറ്റ് മാപ്പ് ആണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ബ്ലോക്ക് വൈസ്, യൂണിറ്റ് വൈസിന്റെ ബേസിസിൽ ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള, ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ബ്ലോക്ക് 2 നിന്നാണ് ക്വസ്റ്റ്യൻസ്. എക്സ്പെഷ്യലി യൂണിറ്റ് 18 നിന്നൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ബ്ലോക്ക് 2 ശേഷം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ഏരിയ ആണ് ബ്ലോക്ക് 1. ഓക്കെ, ഇവിടെ യൂണിറ്റ് വൈസ് അതുപോലെ ബ്ലോക്ക് വൈസ് ഒരു ടൈപ്പ് ഓഫ് ഫ്രീക്വൻസി, ക്വസ്റ്റ്യൻ ഫ്രീക്വൻസിയുടെ ബേസിലാണ് ഇത് നമുക്ക് തന്നിട്ടുള്ളത്. അതിൽ ബ്ലോക്ക് 2 യൂണിറ്റ് 2 നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി ഒരു കോംപ്രഹെൻസീവ് ടേബിൾ ആണ്, വിത്ത് എക്സാമ്പിൾ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബ്ലോക്ക് 1 യൂണിറ്റ് 1 വോൺ ന്യൂമാൻ, അതുപോലെ ഹാർഡ്വേർഡ് ആർക്കിടെക്ചർ വളരെ ഹൈ റെലവെന്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ഇനി നമുക്ക് ആ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കുക. അപ്പിയറൻസ് ഓൾമോസ്റ്റ് 8 ആണ് വരിക. ദെൻ ബ്ലോക്ക് 1 യൂണിറ്റ് 3 ബൂലിയൻ ഓൾജിബ്ര, കെ മാപ്പ്, ഓൾമോസ്റ്റ് 10 ടൈംസ് ആണ് അപ്പിയർ ചെയ്തിട്ടുള്ള, റെലവൻസ് ഹൈ ആണ്. ദെൻ ബ്ലോക്ക് 2 യൂണിറ്റ് 6 ക്യാഷ് മെമ്മറി, മാപ്പിംഗ്, ഓർഗനൈസേഷൻ, അവിടെ നിന്ന് ഓൾമോസ്റ്റ് 14 ടൈംസ് ഹൈ ലെവൽ ഓഫ് ഒക്കറൻസ് ആണ്. ദെൻ ബ്ലോക്ക് 3 യൂണിറ്റ് 10 രജിസ്റ്റർ ഓർഗനൈസേഷൻ, അതിൽ മൈക്രോ ഓപ്പറേഷൻസ്, അപ്പിയറൻസ് 12 ആണ്, ഹൈ റെലവെന്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ദെൻ ബ്ലോക്ക് 4 യൂണിറ്റ് 15 8086 അസംബ്ലി പ്രോഗ്രാമിംഗ്, അപ്പിയറൻസ് 9 ആണ്, മീഡിയം ലെവൽ ഓഫ് ഒക്കറൻസ് ആണ്. ഇനി നമ്മൾ നോക്കുന്നത് ടോപ്പ് 3 ഹൈ ഈൽഡ് ടോപ്പിക്സ് ആണ്. നമ്മുടെ ഈ പാസ്റ്റ് പേപ്പേഴ്സ് റെഫർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ക്യാഷ് മെമ്മറി, അതുപോലെ മാപ്പിംഗ്, ബ്ലോക്ക് 2 യൂണിറ്റ് 16 കൺസിസ്റ്റന്റ് ആയിട്ട് ഓരോ സെഷൻസിനും നമുക്ക് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഒരു ഏരിയ ആണ്. ഓക്കെ, ദെൻ ബൂളിയൻ ഓൾജിബ്ര, കെ മാപ്പ്, കോമ്പിനേഷണൽ സർക്യൂട്ട്, അത് ബ്ലോക്ക് 1 യൂണിറ്റ് 3 ഫ്രീക്വന്റ് ആയിട്ട് ഈ ഡിസൈൻ, സിംപ്ലിഫിക്കേഷൻ, കെ മാപ്പ് സിംപ്ലിഫിക്കേഷൻസ്, അതുപോലെ തന്നെ ലോജിക് സർക്യൂട്ട് ക്വസ്റ്റ്യൻസ്, ഈ ഏരിയ തിയററ്റിക്കലും അതുപോലെ തന്നെ നമ്മളുടെ മാത്തമാറ്റിക്കൽ ഓറിയന്റഡ് ആയിട്ട് സിംപ്ലിഫിക്കേഷൻ ഏരിയ എന്നൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഏരിയ ആണ്. ദെൻ രജിസ്റ്റർ ഓർഗനൈസേഷൻ, മൈക്രോ ഓപ്പറേഷൻ, ബ്ലോക്ക് 3 യൂണിറ്റ് 10 ആ ഒരു ഏരിയയിൽ നമുക്ക് ഡിസ്ക്രിപ്റ്റീവും കമ്പ്യൂട്ടേഷണൽ പ്രോബ്ലംസ് ഒക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു കമ്പൽസറി ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ള ഏരിയ ആണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്
കോംപ്രഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ് ആണ്. നമുക്കറിയാം, നമുക്ക് ലോങ് ആൻസേഴ്സ് അല്ലെങ്കിൽ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, ഷോർട്ട് നോട്ട്സ് ഉണ്ടാകും, ന്യൂമറിക്കൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടേഷണൽ ടൈപ്പ് പ്രോഗ്രാം അല്ലെങ്കിൽ അൽഗുരിതം വരാം, ഡയഗ്രാം ഡ്രോ ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ MCQ ടൈപ്പ്, അതുപോലെ കേസ് സ്റ്റഡി ആപ്ലിക്കേഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. അപ്പം ലോങ് ആൻസർ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ എസ്സേ ക്വസ്റ്റ്യന് ടിപ്പിക്കലി 7 to 15 മാർക്സ് ആണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 120 to 200 വേർഡ്സിൽ എഴുതണം. മൾട്ടി പാർട്ട് എക്സ്പ്ലനേഷൻസ് ആണ് കൊടുക്കേണ്ടത്. ഷോർട്ട് നോട്ട് ഡെഫിനിഷനിൽ 3 to 6 മാർക്കിന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓൾമോസ്റ്റ് ഒരു 40 to 80 വേർഡ്സിൽ വേണം എഴുതാൻ. വിത്ത് എക്സാമ്പിൾ വേണം നമ്മൾ ഈ ലോങ് ആൻസർ ആണെങ്കിലും ഷോർട്ട് ആൻസർ ആണെങ്കിലും ഒക്കെ പ്രസന്റ് ചെയ്യാം. ദെൻ ന്യൂമറിക്കൽ കമ്പ്യൂട്ടേഷണൽ 4 to 8 മാർക്ക്. അവിടെ കാൽക്കുലേഷൻസ്, ഡയഗ്രാംസ്, സ്റ്റെപ്പ് വൈസ് ലോജിക് ഒക്കെ ആണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ട് വരിക. ദെൻ പ്രോഗ്രാം അല്ലെങ്കിൽ അൽഗുരിതത്തിൽ നിന്നൊക്കെ ഓൾമോസ്റ്റ് 5 to 10 മാർക്സ്. അവിടെ സ്ട്രക്ചേർഡ് ആയിട്ട് കോഡ് എഴുതുക, അതുപോലെ ലോജിക് എക്സ്പ്ലെയിൻ ചെയ്യുക. ഓൾമോസ്റ്റ് ഒരു 14 to 100 വേർഡ്സിനാണ് എഴുതേണ്ടത്. ഇനി ഡയഗ്രാം അല്ലെങ്കിൽ ഡ്രോ എക്സ്പ്ലെയിൻ ആ ഒരു ഏരിയയാണ്. ഡയഗ്രാം വരയ്ക്കാനൊക്കെ വരുന്ന ഒരു ഏരിയയാണ്, എക്സ്പ്ലെയിൻ ചെയ്യാനും ഒക്കെ. ഡയഗ്രാം എക്സ്പ്ലെയിൻ ചെയ്യാൻ ഓൾമോസ്റ്റ് ഒരു 3 to 6 മാർക്കാണ്. അതിൽ നമ്മൾ 1 or 2 ഡയഗ്രാംസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാം. 50 to 75 വേർഡ്സിന്റെ ഡിസ്ക്രിപ്ഷൻ വെച്ച് വേണം എഴുതാൻ. ഈ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് അല്ലെങ്കിൽ MCQ റയർ ആയിട്ട് ചോദിക്കാറാണ്. ലെസ് ദാൻ 2 മാർക്സിനൊക്കെ 1 line ആൻസേഴ്സ് ആണ് അവിടെ കൊടുക്കേണ്ടത്. ദെൻ കേസ് സ്റ്റഡി അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഒക്കേഷണലിയേ ചോദിക്കാറുള്ളൂ. ഓൾമോസ്റ്റ് ഒരു 6 to 10 മാർക്സിന്. ആ ഒരു കേസിൽ 100 to 150 വേർഡ്സിനാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ക്വസ്റ്റ്യൻ ഫോർമാറ്റ് ഡിസ്ക്രിപ്ഷൻസ് ആണ്. അതിൽ ടോപ്പ് 4. ഇനി എസ്സേ, ലോങ് ആൻസർ ക്വസ്റ്റ്യൻസ് നമുക്ക് ആ ഒരു ഏരിയയിൽ നിന്ന് പ്രതീക്ഷിക്കാം. അവിടെ നമ്മളൊരു സ്ട്രക്ചേർഡ് എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ആണ് കൊടുക്കേണ്ടത്. യൂഷ്വലി 7 to 15 മാർക്സിനായിരിക്കും ആ ഒരു ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം നമുക്ക്. അവിടെ ഒരു അറ്റ്ലീസ്റ്റ് ഒരു 120 to 200 വേർഡ്സിലായിരിക്കണം ആൻസർ എഴുതേണ്ടത്. ദെൻ ഷോർട്ട് നോട്ട് അല്ലെങ്കിൽ ഡെഫിനിഷൻ ടൈപ്പിൽ ആ ഒരു ഏരിയയിൽ കൺസൈസ് ആയിട്ട് ആ ഒരു ആൻസർ ആണ് നമ്മളവിടെ പ്രസന്റ് ചെയ്യേണ്ടത്. ഓൾമോസ്റ്റ് ഒരു 3 to 6 മാർക്സിന് ചോദിക്കാം. ഡയറക്റ്റ് ആൻസർ ആണ് കൊടുക്കേണ്ടത് വിത്ത് എക്സാമ്പിൾ അല്ലെങ്കിൽ ഡയഗ്രത്തിന്റെ ഒക്കെ ഹെൽപ്പോട് കൂടി. 40 to 80 വേർഡ്സിൽ വേണം നമ്മളെ ഓൾമോസ്റ്റ് ആ ഒരു ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ന്യൂമറിക്കൽ അല്ലെങ്കിൽ കൺസെപ്ഷണൽ ടൈപ്പ് ആണ് തേർഡ് വൺ. ഓക്കെ, അവിടെ കാൽക്കുലേഷൻസ്, കൺവേർഷന്, ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മുടെ കെ മാപ്പ്, ബൂലിയൻ, ഇതിൻ്റെയൊക്കെ സിംപ്ലിഫിക്കേഷനും ഒക്കെ ചോദിക്കുന്ന ഒരു ഏരിയയാണ്. ഒരു ഓൾമോസ്റ്റ് ഒരു 4 to 8 മാർക്സിന് ചോദിക്കും. അപ്പം നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഫൈനൽ റിസൾട്ട് കൂടി ഇൻക്ലൂഡ് ചെയ്ത് ഡയഗ്രാംസും ടേബിൾസും ഒക്കെ ഇൻക്ലൂഡ് ചെയ്യേണ്ട കേസിൽ ആ ഒരു രീതിയിൽ പ്രസന്റ് ചെയ്യാം. ദെൻ പ്രോഗ്രാം അല്ലെങ്കിൽ അൽഗോരിതം ആ ഒരു കേസിൽ നമുക്ക് മെയിനായിട്ട് ലോജിക്ക്, നമ്മൾ പ്രോഗ്രാം ലോജിക്കിന്റെ ബേസിൽ അസംബ്ലി ലാംഗ്വേജിന്റെ ആണല്ലോ 8086 മൈക്രോ പ്രോസസ്സർ വരിക. അപ്പം ആ പ്രോഗ്രാം ലോജിക്കിന്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യണം, പ്രോഗ്രാംസ് എഴുതണം. യൂഷ്വലി ഒരു 5 to 10 മാർക്സിനാണ് ഈ ഏരിയയിൽ നിന്ന് ചോദിക്കുന്നത്. ഓൾമോസ്റ്റ് ഒരു 14 to 100 വേർഡ്സിന് വേണം നമ്മൾ കറക്റ്റ് ആയിട്ട് ആ ഇൻസ്ട്രക്ഷൻസും ലോജിക്കും ഒക്കെ വെച്ച് പ്രോഗ്രാം എഴുതാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ഓൾറെഡി ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ? അതല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി PG MBA എല്ലാം നേടാം. ഇഗ്നോ നൽകി വരുന്ന 36ഓളം വരുന്ന പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള കോംപ്രിഹെൻസീവ് സപ്പോർട്ട് ലേൺവൈസിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കാൻ ലേൺവൈസ് എപ്പോഴും തന്നെ ശ്രദ്ധിക്കാറുണ്ട്. ലേൺവൈസിന്റെ വ്യത്യസ്ത സവിശേഷതകൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ ലേൺവൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ളവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും മനസ്സിലാക്കുന്നതിനും എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനലിൽ പോവുക. നിങ്ങൾക്ക് അവിടെ ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കും. ലേൺവൈസിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതിനായിട്ടും ഞങ്ങളുടെ എക്സിക്യൂട്ടീവുമായിട്ട് ബന്ധപ്പെടുന്നതിനായിട്ടും താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനാലിസിസ് ആണ്. ആവറേജ് മാർക്ക് പെർ ബ്ലോക്ക് ബൈ പേപ്പർ ആണ്.
ടേം ആൻഡ് എക്സാമിനേഷൻ 2022-24 നമ്മൾ നോക്കുവാണെങ്കിൽ ബ്ലോക്ക് 1-ന്ന് ജൂൺ 22-ൽ ഓൾമോസ്റ്റ് ഒരു 22 മാർക്സ് ആണ് ആവറേജ് ക്വസ്റ്റ്യൻസ് വന്നേക്കുന്നത്. ബ്ലോക്ക് 2-ന് 27-ഉം ബ്ലോക്ക് 3-ന് 30, ബ്ലോക്ക് 4-ന് 21 മാർക്സ് ആവറേജ് മാർക്കാണ്. അങ്ങനെ ഈ ഒരു റേഞ്ചിലാണ് ജൂൺ 22-ൽ ചോദിച്ചിട്ടുള്ളത്. ഡിസംബർ 22-ൽ വരുമ്പോൾ ബ്ലോക്ക് 1-ന് 19, ബ്ലോക്ക് 2-ന് 28 മാർക്സ്, ബ്ലോക്ക് 3 29 മാർക്സ്, ബ്ലോക്ക് 4 24 മാർക്സ്, ടോട്ടൽ 100-ൽ. ദെൻ ജൂൺ 23-ൽ 18 ബ്ലോക്ക് 1-ന്, ബ്ലോക്ക് 2-ന് 24, ബ്ലോക്ക് 3-ൽ 32, ബ്ലോക്ക് 4-ൽ 26 മാർക്സ്, ടോട്ടൽ 100 മാർക്സ് ആ ഒരു ഏരിയ. ദെൻ ഡിസംബർ 23-ൽ ബ്ലോക്ക് 1-ന് 20 മാർക്സ്, ബ്ലോക്ക് 2 26 മാർക്ക്, ബ്ലോക്ക് 3-ന് 31 മാർക്സ്, ബ്ലോക്ക് 4-ന് 23 മാർക്സ്, അങ്ങനെ 100 മാർക്സിന്. ദെൻ ജൂൺ 24-ൽ ബ്ലോക്ക് 1 20 മാർക്സ്, ബ്ലോക്ക് 2 26 മാർക്സ്, ബ്ലോക്ക് 3-ന് 30 മാർക്സിന്, ബ്ലോക്ക് 4-ൽ 24 മാർക്സിന്, അങ്ങനെ 100 മാർക്സിന്. അപ്പം ഈ ഒരു ജൂൺ 24-ൽ നമുക്കറിയാം ബ്ലോക്ക് 3-ന് ഒത്തിരി കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്ന ഒരു ഏരിയയാണ്. അതുപോലെ പ്രീവിയസ് പേപ്പേഴ്സ് ഒക്കെ നോക്കുമ്പോഴും ബ്ലോക്ക് 3-ലാണ് ആവറേജ് ഒരു 30-32 ആ ഒരു റേഞ്ചിൽ തന്നെ ചോദിച്ചിട്ടുണ്ട്. ഇനി ഡിസംബർ 24-ൽ ബ്ലോക്ക് 1-ന് 18, ബ്ലോക്ക് 2 25, ബ്ലോക്ക് 3 29 മാർക്സ്, ബ്ലോക്ക് 4 28 മാർക്സ്, അങ്ങനെ 100. ഇനി ആവറേജ് മാർക്സ് ബ്ലോക്ക് 1-ൽ നമുക്ക് ഈ സെഷൻസിൽ വെച്ച് നോക്കുമ്പോൾ ഓൾമോസ്റ്റ് 19.5, ബ്ലോക്ക് 2-ൽ 26, ബ്ലോക്ക് 3-ൽ 30.2, ബ്ലോക്ക് 4-ൽ 24.3 ഈ ഒരു ആവറേജ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആണ് ഗവൺമെന്റ് എക്സാമിൽ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിന്റെ ബേസിൽ ഓരോ സൈക്കിളിന് ചോദിച്ചിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. ജൂൺ 22-ൽ ലോങ് ആൻസർ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ എസ്എ ടൈപ്പ് ഓൾമോസ്റ്റ് 43%, ഷോർട്ട് ആൻസർ 22% ചോദിച്ചിട്ടുണ്ട്, ന്യൂമറിക്കൽ 22%, പ്രോഗ്രാം അല്ലെങ്കിൽ അൽഗോരിതം ഒക്കെ 13% ആണ് ചോദിച്ചിട്ടുള്ളത്. ഡിസംബർ 22-ൽ ലോങ് ആൻസർ എസ്എ ടൈപ്പ് 45%, ഷോർട്ട് നോട്ട്സ് 19%, ന്യൂമറിക്കൽ 23%, പ്രോഗ്രാം അല്ലെങ്കിൽ അൽഗോരിതം 13%. ഇനി ജൂൺ 23-ൽ എസ്എ അല്ലെങ്കിൽ ലോങ് ആൻസർ 42%, ഷോർട്ട് ആൻസേഴ്സ് ഷോർട്ട് നോട്ട്സ് 21%, ന്യൂമറിക്കൽ 25%, പ്രോഗ്രാം അല്ലെങ്കിൽ അൽഗോരിതം 12%. ഇനി ഡിസംബർ 2023-ൽ വരുമ്പോൾ എസ്എ 41% ചോദിച്ചിട്ടുണ്ട്, ഷോർട്ട് നോട്ട്സ് 18, ന്യൂമറിക്കൽ 27, പ്രോഗ്രാം അല്ലെങ്കിൽ അൽഗോരിതം 14. ജൂൺ 24-ൽ വരുമ്പോൾ എസ്എ ടൈപ്പ് ഓൾമോസ്റ്റ് 38%, ഷോർട്ട് നോട്ട്സ് 20%, ന്യൂമറിക്കൽ 27%, പ്രോഗ്രാം അല്ലെങ്കിൽ അൽഗോരിതം 15%. ഡിസംബർ 24-ൽ ലോങ് ആൻസേഴ്സ് 39%, ഷോർട്ട് നോട്ട്സ് 17%, ന്യൂമറിക്കൽ 29, അല്ലെങ്കിൽ പ്രോഗ്രാം അല്ലെങ്കിൽ അൽഗോരിതം 15% ആണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് ആ ഒരു ഇവാലുവേഷൻ മനസ്സിലാകാം ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് പാസ്റ്റ് പേപ്പേഴ്സ് റെഫർ ചെയ്യുമ്പോൾ കൂടുതൽ ഒരു പ്രയോറിറ്റി വരുന്നത്. ഓക്കെ, എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, ദെൻ നമുക്ക് വരിക ന്യൂമറിക്കൽ ടൈപ്പ്, ദെൻ ഷോർട്ട് നോട്ട്സ്, ദെൻ പ്രോഗ്രാം അല്ലെങ്കിൽ അൽഗോരിതം. പാറ്റേൺ ഹൈലൈറ്റ്സ് നോക്കുവാണെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ന്യൂമറിക്കൽ കൺസെപ്ഷണൽ കോൺസെപ്റ്റ്സിന് ഓൾമോസ്റ്റ് ഒരു 22% ആയിരുന്നു 2022-ൽ വന്നത്. 24 ആയപ്പോഴേക്കും അതൊരു 29%-ഓളം ആയി. അപ്പോൾ ആ ന്യൂമറിക്കൽ കൺസെപ്ഷണൽ പ്രോബ്ലം സോൾവിങ് ക്വസ്റ്റ്യൻസിന് കൂടുതലും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. എസ് എ ലോങ് ആൻസേഴ്സ് അതിലൊരു ഡിക്ലൈനിങ് സ്റ്റേജ് നമുക്ക് കാണാൻ പറ്റും. 22-ൽ ഓൾമോസ്റ്റ് ഒരു 45%-ഓളം ചോദിച്ചെങ്കിൽ 24-ൽ 39% ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. ദെൻ പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ അൽഗോരിതം പാർട്ട് നോക്കുമ്പോൾ ഒരു 15%-ഓളം ഏരിയ ഷെയർ ചെയ്യുന്നത് ഈ മൈക്രോ പ്രോസസർ കോഡിങ് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇനി നമ്മൾ പ്രിപ്പറേഷൻ ടിപ്സ് ആണ് നോക്കാൻ പോകുന്നത്. നമുക്കറിയാം 3 hour എക്സാം ആണ്, 100 മാർക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമുക്ക് കിട്ടുക. അതിൽ ലോങ് ആൻസേഴ്സ് അല്ലെങ്കിൽ എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. 70 minutes ആണ് നമ്മൾ ഓൾമോസ്റ്റ് ആ ഒരു എസ്എ ടൈപ്പ് ക്വസ്റ്റ്യന് വേണ്ടിയിട്ട് അലോട്ട്
ചെയ്യേണ്ടത്. ഷോർട്ട് ആൻസർ നോട്ട്സിന് ഓൾമോസ്റ്റ് ഒരു 30 മിനിറ്റ്സോളം നമ്മൾ അലോട്ട് ചെയ്യുക. ന്യൂമറിക്കൽ അല്ലെങ്കിൽ കൺസെപ്ഷൻ ക്വസ്റ്റ്യൻസിന് ഒരു 40 മിനിറ്റ്സ് ആയിരിക്കണം. ഓൾമോസ്റ്റ് ഈ ഒരു രീതിയിൽ നമ്മൾ ഷെയർ ചെയ്യണം ടൈം. ഇനി പ്രോഗ്രാമിംഗ് ഒരു അൽഗോരിതത്തിന് ഓൾമോസ്റ്റ് ഒരു 30 മിനിറ്റ്സ് ആണ് കോഡിങ്ങിന്റെ കേസിൽ നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, ആഫ്റ്റർ നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് എല്ലാം അപ്പിയർ ചെയ്തതിന് ശേഷം ഓൾമോസ്റ്റ് ഒരു 10 to 15 മിനിറ്റ്സ് ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്നും കൂടി ഗോ ത്രൂ ചെയ്തിട്ട് എന്തെങ്കിലും റിവ്യൂ ചെയ്യാനോ എന്തെങ്കിലും വിട്ടുപോയിട്ടുള്ള കാര്യങ്ങളോട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് ക്വസ്റ്റ്യൻസിന് കറക്റ്റായിട്ട് ഒരു ആൻസർ പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നു. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ബ്ലോക്ക് വൈസ്, യൂണിറ്റ് വൈസ്, ടോപ്പിക് വൈസ്. ടോപ്പ് 10 റെക്കറിംഗ് ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് വൺ വരുന്നത് എക്സ്പ്ലെയിൻ വോൺ ന്യൂമാൻ ആൻഡ് ഹാർഡ്വേർഡ് ആർക്കിടെക്ചർ വിത്ത് ഡയഗ്രാം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പിയറൻസ് കൗണ്ട് ഓൾമോസ്റ്റ് 8 ആണ്. പ്രീവിയസ് പേപ്പേഴ്സ് റെഫർ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. Then second question, differentiate between SRAM and DRAM. Appearance count almost 7 ആണ് വരുന്നത്. Third one, what is cache memory? Explain cache memory scheme with examples. Appearance count almost 8 ആണ് വരിക. Then next fourth question, perform by hexa, octal, decimal conversion and explain with the steps. Number conversions ആണ് ഈ ഒരു ഏരിയയിൽ ചോദിച്ചിട്ടുള്ളത്. Then fifth question, simplify a Boolean function using K-map and draw the logic circuit. K-map വെച്ചിട്ട് ഒരു Boolean function സിംപ്ലിഫൈ ചെയ്യാനും അതുപോലെ തന്നെ ലോജിക് സർക്യൂട്ട് ഡ്രോ ചെയ്യാനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഇത്. അപ്പിയറൻസ് കൗണ്ട് 9 ആണ് വന്നിട്ടുള്ളത്. സിക്സ് വൺ, ഡിസ്ക്രൈബ് അഡ്രസ്സിംഗ് മോഡ്, ഡയറക്റ്റ്, ഇൻഡയറക്റ്റ്, ഇൻഡെക്സ്ഡ്, രജിസ്റ്റർ. അപ്പിയറൻസ് കൗണ്ട് ഓൾമോസ്റ്റ് 8 ആണ് വരിക. ദെൻ സെവൻത് ക്വസ്റ്റ്യൻ, write an 8086 assembly program, find largest, swap, sum, then convert, ASCII. Appearance count almost 8 ആണ് വരുന്നത്. 8th one, explain the concepts of instruction pipelining and its advantages. Appearance count 7 ആണ്. 9th one, what is DMA? Explain its working and the difference with the programmed input output. Appearance count 8 ആണ് വരിക. Then 10th one, explain the function of segment registers in 8086 microprocessor. Appearance count 6 ആണ്. ഇനി നമ്മൾ ഫ്രീക്വൻസി ടേബിൾ ആണ് നോക്കാൻ പോകുന്നത്. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിന്റെ ബേസ് ചെയ്ത് ഏത് ബ്ലോക്കിലാണ്, ഏത് യൂണിറ്റിലാണ്, എത്ര പ്രാവശ്യം ഇത് അപ്പിയർ ചെയ്തിട്ടുണ്ട്, ആവറേജ് മാർക്കും ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. വോൺ ന്യൂമാൻ വേഴ്സസ് ഹാർഡ്വേർഡ് ആർക്കിടെക്ചർ, അത് ബ്ലോക്ക് 1 യൂണിറ്റ് 1 നിന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പിയറൻസ് 8 ആണ്. ആവറേജ് മാർക്ക് 5.5. SRAM, DRAM ബ്ലോക്ക് 2 യൂണിറ്റ് 5 നിന്നാണ്. അപ്പിയറൻസ് 7 ആണ് വരിക. ആവറേജ് മാർക്ക് 4.7. Then cache memory and mapping ബ്ലോക്ക് 2 യൂണിറ്റ് 6 ആണ്. അപ്പിയറൻസ് 8 ആണ്. ആവറേജ് മാർക്ക് 6.1 ആണ്. Then number system conversion ആണ്. ബ്ലോക്ക് 1 യൂണിറ്റ് 2 ന്. അപ്പിയറൻസ് 9 ആണ്. ആവറേജ് മാർക്ക് 4.8 ആണ്. Then Boolean function simplification and logic circuit ബ്ലോക്ക് 1 യൂണിറ്റ് 3 ന്നാണ്. അപ്പിയറൻസ് 9 ആണ്. ആവറേജ് മാർക്ക് 5.2 ആണ്. Then addressing modes ബ്ലോക്ക് 3 യൂണിറ്റ് 9, അപ്പിയറൻസ് 8 ആണ് വന്നിട്ടുള്ളത്. ആവറേജ് സ്കോർ 6 ആണ് ആ ഏരിയയിൽ ചോദിച്ചിട്ടുള്ളത്. Then iterative assembly program, largest, swap, sum, ASCII, convert, അത് ബ്ലോക്ക് 4 ന്നാണ്. യൂണിറ്റ് 14 to 15 ആ ഒരു ഏരിയ ആണ് അത് കവർ ചെയ്യുക. അപ്പിയറൻസ് 8 ആണ് വന്നിട്ടുള്ളത്. ആവറേജ് മാർക്ക് 6.3. ഇനി ഇൻസ്ട്രക്ഷൻ പൈപ്പ് ലൈൻ ബ്ലോക്ക് 3 യൂണിറ്റ് 12 ന്ന്. അപ്പിയറൻസ് 7 ആണ് വരിക. ആവറേജ് മാർക്ക് 4.5. ഇനി DMA വേഴ്സസ് പ്രോഗ്രാംഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ബ്ലോക്ക് 2 യൂണിറ്റ് 7 ന്നാണ്. അപ്പിയറൻസ് 8 ആണ് വരിക. ആവറേജ് മാർക്ക് 5.1. Then segment registers of 8086 processor ബ്ലോക്ക് 4 യൂണിറ്റ് 13 ന്നാണ്. അപ്പിയറൻസ് 6 ആണ് വരിക. ആവറേജ് മാർക്ക് 4.3. നെക്സ്റ്റ് വൺ നമ്മൾ ഇനിയും നോക്കാൻ പോകുന്നത് എക്സാം ഓറിയന്റഡ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഫസ്റ്റ് വൺ, പ്രാക്ടീസ് ദീസ് ക്വസ്റ്റ്യൻ അറ്റ്ലീസ്റ്റ് ട്വൈസ് ടൈംഡ്. അതായത് നമ്മൾ ഈ ഡിസ്കസ് ചെയ്ത ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ക്വസ്റ്റ്യൻസ് അറ്റ്ലീസ്റ്റ് 2 പ്രാവശ്യമെങ്കിലും നമ്മൾ ഇത് എന്ത് ചെയ്യുക, ഒരു റിയൽ എക്സാം എക്സ്പീരിയൻസിൽ ഇരുന്നുകൊണ്ട് തന്നെ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്, വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക.
മാസ്റ്റർ ബോത്ത് തിയറി ആൻഡ് പ്രാക്ടിക്കൽസ്. ഇവിടെ നമുക്ക് കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ, ബൂളിയൻ സിംപ്ലിഫിക്കേഷൻ, അതുപോലെ അസംബ്ലി പ്രോഗ്രാമിംഗ് 8086 ഉണ്ട്, ഇതൊക്കെ കവർ ചെയ്യുന്നുണ്ട്. അപ്പം തിയറി കോൺസെപ്റ്റ്സിലും പ്രാക്ടിക്കൽ കോൺസെപ്റ്റ്സിലും കൂടുതൽ നമ്മൾ എന്ത് ചെയ്യുക, ഫോക്കസ് ചെയ്യുക. അപ്പം നമ്മൾ പഠിച്ച കാര്യങ്ങൾ പിന്നീട് റൊട്ടേറ്റ് ഫോക്കസ്, അതായത് പഠിച്ച കാര്യങ്ങൾ വീണ്ടും വീണ്ടും റെഫർ ചെയ്ത് നോക്കുക. ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പോർഷൻസ് ഒന്നും കൂടി റിവൈസ് ചെയ്ത് ആ ഒരു രീതിയിൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യും. ഓക്കെ, അപ്പൊ ഈ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഓൾമോസ്റ്റ് ഒരു 53.3% കവർ ചെയ്യുന്നു. അതർ ക്വസ്റ്റ്യൻസ് 46.7%ആണ് നമ്മുടെ പാസ്റ്റ് പേപ്പേഴ്സിൽ കവർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഡിസ്കസ് ചെയ്തത് ഈ ടോപ്പ് 10 ക്വസ്റ്റ്യൻസിനെ പറ്റി ഡിസ്കസ് ചെയ്തത്, അത് ഓൾമോസ്റ്റ് 53%ആണ് കവർ ചെയ്യുന്നത്. അപ്പൊ ആ ഏരിയ തന്നെ കവർ ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അത്രയും ഏരിയ കോൺഫിഡന്റ് ആയിട്ട് തന്നെ എക്സാമിന് അപ്പിയർ ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ ആ ഒരു ഏരിയ 2 പ്രാവശ്യമെങ്കിലും നമ്മൾ ഒന്ന് ആൻസർ റൈറ്റ് ചെയ്ത് നോക്കി ആ ഒരു എക്സാം കണ്ടീഷനിൽ നമ്മൾ ആ ഒരു എക്സാം കണ്ടീഷൻ ക്രിയേറ്റ് ചെയ്ത് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുകയും വേണം. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രെഡിക്ഷൻ അനാലിസിസ് ആണ്. അതിൽ പ്രോബബിലിറ്റി മെട്രിക്സ് ടേബിൾ ഇവിടെ നമ്മൾ നോക്കുക. ബ്ലോക്ക് 1 യൂണിറ്റ് 1 വോൺ ന്യൂമൻ ആർക്കിടെക്ചർ, അതുപോലെ ഹാർഡ്വേർഡ് ആർക്കിടെക്ചർ, ആ ഏരിയയുടെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 83% ആണ്. ഹൈ പ്രോബബിലിറ്റി ഉള്ള ഒരു ഏരിയ ആണ്. ദെൻ ബ്ലോക്ക് 1 യൂണിറ്റ് 2 നമ്പർ സിസ്റ്റം കൺവേർഷൻസ് പ്രോബബിലിറ്റി 100 ആണ്. കാറ്റഗറി ഹൈ ഈൽഡ് ഏരിയ തന്നെയാണ് ഇതും. ദെൻ ബ്ലോക്ക് 1 യൂണിറ്റ് 3 ബൂലിയൻ സിംപ്ലിഫിക്കേഷൻ ആൻഡ് കെ മാപ്പ് പ്രോബബിലിറ്റി 100 ആണ്. കാറ്റഗറി ഹൈ ആണ് വരിക. ദെൻ ബ്ലോക്ക് 2 യൂണിറ്റ് 5 SRAM, DRAM, മെമ്മറി ഹൈറാർക്കി പ്രോബബിലിറ്റി ഹൈ ആണ്, ഓൾമോസ്റ്റ് ഒരു 83% വരും. ദെൻ ബ്ലോക്ക് 2 യൂണിറ്റ് 6 ക്യാഷ് ഓർഗനൈസേഷൻ, മാപ്പിംഗ്, ഈ ഏരിയ എന്താണ് ഹൈ ഈൽഡ് ടോപ്പിക്സ് ആണ്. പ്രോബബിലിറ്റി 100% ഉണ്ട് ക്യാഷ് ഓർഗനൈസേഷനും മാപ്പിംഗ്. ദെൻ ബ്ലോക്ക് 2 യൂണിറ്റ് 7 DMA പ്രോഗ്രാംഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് പ്രോബബിലിറ്റി 83 ആണ്. ദെൻ ബ്ലോക്ക് 3 യൂണിറ്റ് 9 അഡ്രസ്സിംഗ് മോഡ് ഓൾമോസ്റ്റ് ഒരു 83% ഹൈ പ്രോബബിലിറ്റി ഏരിയ ആണ്. ദെൻ ബ്ലോക്ക് 3 യൂണിറ്റ് 10 രജിസ്റ്റർ ഓർഗനൈസേഷൻ മൈക്രോ ഓപ്പറേഷൻ 67% മീഡിയം പ്രോബബിലിറ്റി ആണ്. ദെൻ യൂണിറ്റ് 3 ബ്ലോക്ക് 3 യൂണിറ്റ് 12 ഇൻസ്ട്രക്ഷൻ പൈപ്പ് ലൈൻ 67% ഒരു മീഡിയം പ്രോബബിലിറ്റി ആണ് വരിക. ദെൻ യൂണിറ്റ് 14 ആൻഡ് 15 ഫ്രം ബ്ലോക്ക് 4 8086 അസംബ്ലി പ്രോഗ്രാമിംഗ് ഹൈ പ്രോബബിലിറ്റി ഏരിയ ആണ് 83%. ദെൻ ബ്ലോക്ക് 4 തന്നെ യൂണിറ്റ് 13 സെഗ്മെന്റ് രജിസ്റ്റേഴ്സ് 8086 ആർക്കിടെക്ചർ 67% ഒരു മീഡിയം ലെവൽ ഓഫ് പ്രോബബിലിറ്റി പ്രതീക്ഷിക്കുന്നു. ബ്ലോക്ക് 1 യൂണിറ്റ് 4 ഫ്ലിപ്പ് ഫ്ലോപ്സ് കൗണ്ടർ 50% ഒരു മീഡിയം പ്രോബബിലിറ്റി ഏരിയ ആണ്. ദെൻ ബ്ലോക്ക് 2 യൂണിറ്റ് 8 പ്രിന്റേഴ്സ് വീഡിയോ ചെക്ക്, അത് ഷോർട്ട് നോട്ട്സ് ആണ് ഏരിയയിൽ ചോദിക്കുക. 33% ലോ പ്രോബബിലിറ്റി ഏരിയ ആണ്. ദെൻ ബ്ലോക്ക് 4 യൂണിറ്റ് 16 അഡ്വാൻസ്ഡ് ആർക്കിടെക്ചർ, അതും ഒരു ലോ പ്രയോറിറ്റി വരുന്ന ഏരിയ ആണ്. 33%. ഓക്കെ, അപ്പൊ നമ്മൾ എക്സാം ഓറിയന്റഡ് ആയിട്ട് വോൺ ന്യൂമൻ അതുപോലെ ഹാർഡ്വേർഡ് ആർക്കിടെക്ചർ പാസ്റ്റ് പേപ്പേഴ്സ് ഒരു 6 പേപ്പേഴ്സ് എടുത്ത 5 പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഏരിയ ആണ്. ഡയഗ്രാമും കമ്പാരിസണും ഇൻക്ലൂഡ് ചെയ്ത് വേണം നമ്മളത് പ്രസന്റ് ചെയ്യാൻ വേണ്ടി. നമ്പർ സിസ്റ്റം 6 out of 6 പേപ്പേഴ്സ് എടുത്താൽ ബൈനറി, ഹെക്സ, ഒക്ടാഡെസിമൽ കൺവേർഷൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. ദെൻ ബൂലിയൻ, കെ മാപ്പ് കമ്പൽസറി ആയിട്ട് ചോദിക്കുന്ന ഒരു ഏരിയ ആണ് ഒരു ഏരിയ എന്ന് പറയുന്നത്. ദെൻ SRAM, DRAM, മെമ്മറി ഹൈറാർക്കിയെ പറ്റിയിട്ടൊക്കെ പാസ്റ്റ് പേപ്പേഴ്സ് 6 എടുത്താൽ 5 ടൈംസും ചോദിച്ചിട്ടുണ്ട്. ദെൻ ക്യാഷ് മാപ്പിംഗ് മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് നമ്മളുടെ ഡയറക്റ്റ് അസോസിയേറ്റീവ്, സെറ്റ് അസോസിയേറ്റീവ് മാപ്പിംഗിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ദെൻ DMA പ്രോഗ്രാംഡ് ഇൻപുട്ട് ഔട്ട്പുട്ട്, ആ ഒരു ഏരിയയും പാസ്റ്റ് പേപ്പർ 6 out of 5 ചോദിച്ചിട്ടുണ്ട്. ദെൻ അഡ്രസ്സിംഗ് മോഡ്, ഡയറക്റ്റ്, ഇൻഡയറക്റ്റ്, ഇൻഡെക്സ്ഡ് മോഡ് ക്വസ്റ്റ്യൻസ് ഓൾമോസ്റ്റ് ഒരു 6 പേപ്പേഴ്സിൽ 5 ടൈംസും ചോദിച്ചിട്ടുള്ള ഏരിയ ആണ്. ദെൻ രജിസ്റ്റർ ഓർഗനൈസേഷൻ, മൈക്രോ ഓപ്പറേഷൻസ് ഒരു പാസ്റ്റ് പേപ്പർ 6ൽ 4 ടൈംസും ചോദിച്ചിട്ടുള്ള ഒരു ഏരിയ ആണ്. ക്വസ്റ്റ്യൻ 1 കമ്പൽസറി പാർട്ടിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ദെൻ ഇൻസ്ട്രക്ഷൻ പൈപ്പ് ലൈനിങ് വിത്ത് ഡയഗ്രാം ഡെഫിനിഷൻ
ഓൾമോസ്റ്റ് 6 ടൈംസിൽ 4 ടൈംസോളം ചോദിച്ച ഏരിയ ആണ്. ദെൻ 8086 പ്രോഗ്രാമിംഗ്, അതിൽ നമ്മൾ റൈറ്റ്, ട്രേസ്, കൺവേർട്ട്, കോഡ് ഫോർ 8086 ആ ഒരു ഏരിയയിൽ നിന്ന് ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. ദെൻ 11th വൺ സെഗ്മെന്റ് രജിസ്റ്റേഴ്സ്. ഫാസ്റ്റ് സെഷൻസ് നോക്കുവാണെങ്കിൽ 6 സെഷൻസിൽ 4 ടൈംസ് ചോദിച്ച ഏരിയ ആണ് സെഗ്മെന്റ് രജിസ്റ്റേഴ്സിനെ പറ്റി. ദെൻ ഫ്ലിപ്പ് ഫ്ലോപ്സ്, കൗണ്ടേഴ്സ്, അത് ഓൾമോസ്റ്റ് ഒരു പാസ്റ്റ് 6 പേപ്പേഴ്സ് എടുക്കുകയാണ് 3 പേപ്പേഴ്സിനും ചോദിച്ചിട്ടുള്ളതാണ്. ദെൻ പ്രിന്റർ, വീഡിയോ, ആ ഏരിയയിൽ നിന്ന് നമുക്ക് പേപ്പേഴ്സ് 6 ഔട്ട് ഓഫ് 2 ചോദിച്ചിട്ടുള്ളത്. അതൊരു വേരിയബിൾ ആയിട്ട് നിൽക്കുന്ന ഒരു ഏരിയ ആണ്, ചേഞ്ച് ചെയ്ത് വരുന്ന ഒരു ഏരിയ ആണ്. ദെൻ അഡ്വാൻസ്ഡ് ആർക്കിടെക്ചേഴ്സ്, അതിൽ പാരലിസം, മൾട്ടി പ്രോസസറിന്റെ ഇൻട്രൊഡക്ഷൻ, 6 ടൈംസിൽ ഒരു 2 ടൈംസോളം ഏരിയയിൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഇഗ്നോയിൽ ജോയിൻ ചെയ്ത ഒരാളാണോ നിങ്ങൾ? അല്ലെങ്കിൽ ഇഗ്നോയിൽ നിന്നൊരു ഡിഗ്രിയോ പിജിയോ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണോ? എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി, PG, MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലേൺവൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ ഓരോ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പുവരുത്തുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ മുൻപ് പഠിച്ചതോ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് അറിയുന്നതിനായി ലേൺവൈസിന്റെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സന്ദർശിക്കാം. അവിടെ നിങ്ങൾക്ക് ധാരാളം വീഡിയോസ് കാണാനാകും. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൾ വഴിയോ വാട്സ്ആപ്പ് വഴിയോ ബന്ധപ്പെടാം. അപ്പൊ നമുക്ക് ഈ ഒരു പ്രയോറിറ്റി സ്റ്റഡി എന്ന് മനസ്സിലാക്കാം. ഹൈ ഇതായിട്ട് വരുന്ന ടോപ്പിക്സ് ആണ് ബൂലിയൻ, കെ മാപ്പ്, അതുപോലെ നമ്പർ കൺവേർഷൻ, ക്യാഷ് മെമ്മറി, DMA, ഇൻപുട്ട് ഔട്ട്പുട്ട്, വോൺ ന്യൂമൻ ആർക്കിടെക്ചർ, ഹാർഡ്വേർഡ് ആർക്കിടെക്ചർ, അഡ്രസ്സിംഗ് മോഡ്, 8086 അസംബ്ലി സ്ട്രാറ്റജീസ്. ഈ ഏരിയ എന്നൊക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഇനിയും പ്രതീക്ഷിക്കാവുന്ന ഒരു ഏരിയ ആണ്. ഓക്കെ, അപ്പം മാക്സിമം ഈ ഏരിയാസിനൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കണം. ദെൻ മീഡിയം ലെവലിൽ ഓൾമോസ്റ്റ് ഒരു 40 to 69% മൈക്രോ ഓപ്പറേഷൻസ്, ഇൻസ്ട്രക്ഷൻ പൈപ്പ് ലൈനിങ്, സെഗ്മെന്റ് രജിസ്റ്റേഴ്സ്, ഫ്ലിപ്പ് ഫ്ലോപ്സ്, കൗണ്ടേഴ്സ്, ഈ ഏരിയയിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഓക്കെ, ലോ പ്രയോറിറ്റിയിൽ പ്രിന്റേഴ്സ്, വീഡിയോ, അഡ്വാൻസ്ഡ് ആർക്കിടെക്ചർ, ഈ ഏരിയസിൽ നിന്നൊക്കെയാണ് നമുക്ക് പാസ്റ്റ് പേപ്പേഴ്സ് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഈ ഡിസ്കസ് ചെയ്തതിൽ ഹൈ പ്രോബബിലിറ്റി ഉള്ള ടൈപ്പ് ഏരിയയിൽ നിന്നാണ് കൂടുതലും ഈ പാസ്റ്റ് പേപ്പേഴ്സിലെല്ലാം തന്നെ ചോദിച്ചിട്ടുള്ളത്. പിന്നെ മീഡിയം ലെവൽ ഓഫ് പ്രയോറിറ്റി വരുന്ന ക്വസ്റ്റ്യൻസ്, ദെൻ ലോ പ്രയോറിറ്റിയിൽ വരുന്ന ക്വസ്റ്റ്യൻസ്, ആ ഒരു രീതിയിലാണ് നമുക്ക് പാസ്റ്റ് പേപ്പേഴ്സിൽ ആ ഒരു അപ്പിയറൻസ്, ക്വസ്റ്റ്യൻസിന്റെ ഏരിയയിൽ നിന്നുള്ള അപ്പിയറൻസ് കാണാൻ പറ്റുന്നത്. ഓൾമോസ്റ്റ് ഒരു 70% മുകളിൽ ഈ essay ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആ ഒരു ഏരിയയിൽ നിന്നൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. പിന്നെ മീഡിയം വരുന്നത് ഈ ഷോർട്ട് ആൻസറും ഒക്കെയാണ്. പിന്നെ ലോ പ്രയോറിറ്റിയിൽ വരുന്ന കുറച്ച് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതാണ് ഒരു 40%ഓളം കവർ ചെയ്യും. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഇപ്പൊ നമ്മുടെ ടേം ആൻഡ് എക്സാം ജൂൺ 2025 പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ. ഇതിന്റെ ആൻസർ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ആപ്പിൽ അവൈലബിൾ ആണ്, അത് ചെക്ക് ചെയ്യാം. ഓക്കെ, നമുക്ക് അലോട്ട് ചെയ്തിട്ടുള്ള ടൈം എന്ന് പറയുന്നത് 3 hours ആണ്. മാക്സിമം മാർക്ക് 100 ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 1 എന്ന് പറയുന്നത് കമ്പൽസറി ആണ് ആൻഡ് ക്യാരി 40 മാർക്ക്. Attempt any 3 questions from the remaining question number 2 to question number 5. Compulsory question 40 marks. അതിന്റെ A part 5 marks ആണ്. Processor uses 2-level cache hierarchy L1 and L2. L1 has a hit rate of 90% with an access time of 2 nanoseconds. L2 has a hit ratio of 70% if L1 misses, with an access time of 8 nanoseconds, and the main memory access take 80 nanoseconds. Calculate the effective memory access time. Show all working. Cache organization block 2 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമ്മളിത് കാൽക്കുലേഷൻ ഫോർമുല യൂസ് ചെയ്തിട്ട് കാൽക്കുലേഷൻ ചെയ്താണ് നമ്മൾ ഈ ഫൈനൽ റിസൾട്ടിലേക്ക് എത്തേണ്ടത്. B part 5 mark ക്വസ്റ്റ്യൻ ആണ്. Given the decimal number 198.75,
convert it to binary, octal and hexadecimal forms, explain each conversion steps. ഇത് ബ്ലോക്ക് 1 നമ്പർ സിസ്റ്റത്തിൽ നിന്ന് ചോദിച്ചിട്ടുള്ളതാണ്. 198.75 നമ്മളെ ബൈനറി, octal അതുപോലെ ഹെക്സാഡെസിമൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാം. ദെൻ സി പാർട്ട് 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഫോർ ദ ബൂളിയൻ ഫംഗ്ഷൻ എഫ് ഓഫ് എ ബി എ കോമ ബി കോമ സി കോമ ഡി ഈസ് ഈക്വൽ ടു സമ്മേഷൻ ഓഫ് 1, 3, 7, 8, 10, 40. Simplify the function using a 4-variable K-map. Draw the corresponding logic diagram using AND, OR and NOT gates. Okay, ഇത് ബ്ലോക്ക് 1-ൽ നിന്ന് ബൂലിയൻ ഓൾജിബ്ര കെ മാപ്സിന്റെ ഏരിയ എന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനി ഡി പാർട്ട് 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. കമ്പയർ വോൺ ന്യൂമൻ ആൻഡ് ഹാർഡ്വേർഡ് ആർക്കിടെക്ചർ വിത്ത് ലേബിൾഡ് ഡയഗ്രാം. List 2 practical applications of each. ബ്ലോക്ക് 1 കമ്പ്യൂട്ടർ ആർക്കിടെക്ചേഴ്സിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ പാർട്ടിൽ 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഡയറക്റ്റ് മെമ്മറി ആക്സസ് DMA ആൻഡ് പ്രോഗ്രാംഡ് ഇൻപുട്ട് ഔട്ട്പുട്ട്. ഡ്രോ ആൻഡ് അനോട്ടേറ്റ് എ ബ്ലോക്ക് ഡയഗ്രാം ഫോർ ഈച്ച് ടെക്നിക് ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ആൻ 8-bit മൈക്രോ പ്രോസസർ സിസ്റ്റം. ബ്ലോക്ക് 2 ഇൻപുട്ട് ഔട്ട്പുട്ട് ടെക്നിക്സിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനി എഫ് പാർട്ട് 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഡിസ്ക്രൈബ് വിത്ത് ആൻ എക്സാമ്പിൾ 3 ഡിഫറെന്റ് അഡ്രസ്സിംഗ് മോഡ് യൂസ് ഇൻ ദ 8086 മൈക്രോ പ്രോസസർ, ഇൻക്ലൂഡ് ഷോർട്ട് കോഡ് സ്നിപ്പെറ്റ് ഓർ മെമ്മറി ഡയഗ്രാം ഫോർ ഈച്ച്. അത് ബ്ലോക്ക് 3 അഡ്രസ്സിംഗ് മോഡ്സിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ദെൻ ജി പാർട്ടിൽ 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് ആൻ അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാം ഫോർ 8086 microprocessor to find the smallest number in an array of 5 signed integers stored in the memory location num1 to num5. Show initial assumptions and explain logic step by step. Okay, assembly language programming ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്രോഗ്രാം ലോജിക്ക് എഴുതാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ബ്ലോക്ക് 4 8086 അസംബ്ലി പ്രോഗ്രാമിംഗ് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. H 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഇതും എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ പൈപ്പ്ലൈനിങ്. ഗിവ് എ പൈപ്പ്ലൈൻ വിത്ത് 5 സ്റ്റേജസ് IF, ID, EX, NEM, WB. Calculate the speed up and efficiency when executing 10 instructions, assuming each stage takes 1 unit time and there are no hazards. The instruction pipeline is ചോദിച്ചിട്ടുള്ളതാണ്. ബ്ലോക്ക് 3 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി സെക്കൻഡ് പാർട്ട് ആൻസർ ഇനി 3 ആണ് ഈ ഒരു ഏരിയ വരിക. ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരി ഈക്വൽ മാർക്ക് 20 മാർക്സ് ആണ്. എ പാർട്ടിൽ ഫസ്റ്റ് 1 വരുന്ന ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ SRAM ആൻഡ് DRAM, ഫോക്കസിംഗ് ഓൺ സ്ട്രക്ചർ, സ്പീഡ്, കോസ്റ്റ് ആൻഡ് typical usage. Second one, give a memory hierarchy. Register 0.5 nanosecond cache, 4 nanoseconds, main memory 100 nanoseconds and HDD 8 ms milliseconds. Create a table summarizing characteristics and explain the principle of locality in this context. ഇത് SRAM, DRAM, memory hierarchy ഏരിയ എന്ന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി സെക്കൻഡ് 1 തന്നെ ബി പാർട്ട് 20 മാർക്സ് ആണ്. അതിൽ ഫസ്റ്റ് 1, ഡിസൈൻ എ സീക്വൻഷ്യൽ സർക്യൂട്ട് ഫോർ എ 3-bit synchronized counter using JK flip-flop. Provide the excitation table and a state diagram. Second one, explain the function and the timing diagram of an edge-triggered flip-flop. Block 1, flip-flop sequential circuit area എന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനി സി പാർട്ടിൽ 20 മാർക്സിന് തന്നെയാണ്. A computer system uses set associative cache with 8 sets, 2 lines per set, and 16-byte block. The main memory is 4 KB and each address is 12 bits. First one, calculate the number of lines in the cache. Second one, for memory address 9 into 09C, determine the set number and the tag. Third one, discuss the advantages of set associative over direct mapping. ഇത് cache mapping, memory organization, block 2 ഇനി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനി സെക്കൻഡ് പാർട്ടിൽ തന്നെ ഡി പാർട്ടിൽ വരുന്നതാണ്. ഫസ്റ്റ് വൺ,
What is micro operation? Describe the type of micro operation in a CPU with 2 original examples for each. Second one, with the reference to the instruction execution, illustrate the micro operation sequence for a conditional branch instruction. ഇത് ബ്ലോക്ക് 3 മൈക്രോ ഓപ്പറേഷൻ എന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനി തേർഡ് പാർട്ടിൽ ആൻസർ ഇനി 3 ആണ്. ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരി ഈക്വൽ മാർക്ക് ആണ്. 20 മാർക്സ് വെച്ച് ഓരോ ക്വസ്റ്റ്യനും. തേർഡ് വണ്ണിന്റെ എ പാർട്ടിൽ ഫസ്റ്റ് വൺ എക്സ്പ്ലെയിൻ വിത്ത് ഡയഗ്രം ദ ഫങ്ഷൻസ് ഓഫ് ദി 4 segment registers in the 8086 microprocessor. Second one, write a short assembly routine that demonstrates the use of at least 2 segment registers to access data. Block 4, segment registers 8086 architecture എന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. തേർഡിന്റെ തന്നെ ബി പാർട്ട് 20 മാർക്സിന്. ഫസ്റ്റ് വൺ, ഡ്രോ ആൻഡ് എക്സ്പ്ലെയിൻ ദ ആർക്കിടെക്ചർ ഓഫ് എ റിസ്ക് പ്രോസസർ, highlighting pipeline structures and register file organization. Second one, compare RISC and CISC architecture with at least 4 points and give one practical example of each. The block 3, RISC architecture and pipeline എന്ന് ചോദിച്ചിട്ടുള്ളതാണ്. ഇനി മൂന്നാമത്തെ സി പാർട്ടാണ്. 20 മാർക്സ് ആണ്. ഗിവൺ ദ ഇൻസ്ട്രക്ഷൻ സീക്വൻസ്. ഇവിടെ നമുക്കൊരു ഇൻസ്ട്രക്ഷൻ സീക്വൻസ് കൊടുത്തിട്ടുണ്ട്. ലോഡ് R1, ഒരു മെമ്മറി ലൊക്കേഷൻ 2000H, then add R2, രജിസ്റ്റർ R2ഉം R1ഉം തമ്മിൽ ആഡ് ചെയ്യുക, then store. ആഫ്റ്റർ ദാറ്റ് നമ്മൾ ഈ R1 R2ലെ കണ്ടന്റ് ആഡ് ചെയ്തതിന് ശേഷം സ്റ്റോർ R3, മെമ്മറി ലൊക്കേഷൻ 300H കൊടുത്തിട്ടുണ്ട്. ഓക്കെ, illustrate how this instruction would be executed using the 5-stage instruction pipeline. Indicate all stage overlap for 3 instructions. Second one, discuss pipeline hazards and purpose. Discuss pipeline hazards and propose 1 hardware and 1 software method for their mitigation. The instruction pipelining hazard block 3 എന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനി ബി പാർട്ട് 20 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. കമ്പ്യൂട്ടർ ഇൻപുട്ട് ഔട്ട്പുട്ട് സബ്സിസ്റ്റം need to support a new high speed device. First one, propose an input-output architecture include controller and DMA setup suitable for this requirement. Second one, design a block diagram and explain each component, function and interaction in the proposed system. Block 2, input-output techniques, DMA, device controllers എന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് വൺ, ആൻസർ any 3. ഈച്ച് ക്വസ്റ്റ്യൻസ് ക്യാരി ഈക്വൽ മാർക്ക്. 20 മാർക്സ് ആണ്. എ പാർട്ടില് ഫസ്റ്റ് വണ്, a system implements both direct and associative cache mapping for main memory address 0/183 and cache of 60 lines. Block size 8 bytes ആണ്. Show the mapping for both schemes. Second one, what scheme would be recommended for workload with a random memory access pattern? Justify your answer. Block 2, cache mapping, associative mapping എന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനി 4B 20 മാർക്സിന്. ഫസ്റ്റ് വൺ, എക്സ്പ്ലെയിൻ ദ യൂട്ടിലിറ്റി ഓഫ് സ്റ്റാക്ക് ആൻഡ് parameter passing in modular 8086 assembly programming. Second one, write an assembly program for 8086 that reverses an array of 5 bytes using stack operations. ഇത് ബ്ലോക്ക് 4 മോഡുലാർ പ്രോഗ്രാമിംഗ് ആൻഡ് സ്റ്റാക്ക് ഓർഗനൈസേഷൻ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ 4ന്റെ സി പാർട്ട്. ഫസ്റ്റ് വൺ, എ കെ മാപ്പ് is given for the function f of w x y z is equal to summation of 0, 2, 3, 5, 7, 8, 10, 13, 50. Minimize and draw the simplified circuit using NAND gate only. Second one, discuss how don't care condition can be used in K-map simplification with an original example. ഈ ഒരു ഏരിയ എന്ന് വരുന്നത് ബ്ലോക്ക് 1 കെ മാപ്പ് ലോജിക് സർക്യൂട്ടിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യന് വന്നിട്ടുള്ളത്. Then 4D 20 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് വൺ, ഡിസ്കസ് ദ റോൾ ഓഫ് ഹാൻഡ് ഷേക്കിംഗ് അസിൻക്രണസ് ഡേറ്റ ട്രാൻസ്ഫർ. സെക്കൻഡ് വൺ, ഡിസൈൻ എ ടൈമിംഗ് ഡയഗ്രാം ഫോർ ഡേറ്റ ട്രാൻസ്ഫർ ബിറ്റ്വീൻ എ CPU and an external device using strobe and hand shaking method. Block 2, asynchronous data transfer, input output technique എന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനി 5th one,
ആൻസർ ഇനി 3 ആണ്. each question carry equal mark 20 marks ആണ്. A പാർട്ടിലെ ഫസ്റ്റ് വൺ, വാട്ട് ഇസ് വിർച്വൽ മെമ്മറി? എക്സ്പ്ലെയിൻ ദ പർപ്പസ് ഓഫ് address translation with the help of a page table and an original worked out example with at least 3 logical and physical address. Second one, discuss 2 advantages and 1 disadvantage of virtual memory in modern system. Block 2 virtual memory എന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. Then 5ന്റെ B 20 marks ആണ്. Describe the structure and function of the ALU in general purpose processor. Second one, show with the block diagram and the sample data how an ALU perform both the addition and logical and operation on 2 8-bit numbers. Block 3, ALU arithmetic logical operation ചോദിച്ചിട്ടുള്ളതാണ്. ഇനി ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ്റെ C പാർട്ടിൽ 20 marks. First one, explain the process of inter-process communication in a multi-processor system. Second one, design a case study scenario where 2 CPU must share a resource. Describe the synchronization method and the potential pitfalls. Block 4, advanced architecture multi-processor area എന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇനി 5Dയിൽ വരുന്ന 20 marks ക്വസ്റ്റ്യൻ ആണ്. Illustrate with the detailed flowchart the process by which an interrupt-driven input-output operation is handled in a microprocessor system. Second one, what are the advantages and the limitations of interrupt-driven input-output compared to polling? ഇത് block 2, interrupt-driven input-output techniques area എന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് പ്രഡിക്റ്റീവ് ആയിട്ട് ഇനി വരുന്ന എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന ഒരു ഏരിയ ആണ്. ഓക്കെ, അപ്പം നമ്മൾ ഈ ഡിസ്കസ് ചെയ്ത ഈ ഹോട്ട് ടോപ്പിക് വരുന്ന ഏരിയാസ് ഒക്കെ തന്നെ നല്ല രീതിയിൽ കവർ ചെയ്തിട്ട് എക്സാമിന് പ്രിപ്പയർ ചെയ്യുക. ഓൾ ദ വെരി ബെസ്റ്റ്.